ഹലോ. അപ്പോൾ നമ്മൾ ഉച്ചയൂണിനുള്ള തയ്യാറെടുപ്പിലാണേ. അപ്പോൾ മത്തിയാണ് കിട്ടിയത്. ഇത് ഇന്നലെ കിട്ടിയ മത്തിയാണ്. കുറച്ച് കൂടുതൽ കിട്ടിയപ്പോൾ മീനൊക്കെ എന്താ വില അല്ലേ. അപ്പം കുറച്ച് കൂടുതൽ കിട്ടിയപ്പോൾ കുറച്ച് ഇന്നലെ മുളകിട്ട് വെച്ച് ബാക്കി ഇന്നത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു. അപ്പോൾ ഇന്ന് തേങ്ങ അരച്ച് വെക്കാൻ പോവുകയാണ്. അപ്പോൾ മത്തി തണുപ്പ് വിടാൻ വേണ്ടി വെള്ളമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്കുള്ള തേങ്ങാക്കൂട്ട് തയ്യാറാക്കുകയാണ്. തേങ്ങ തയ്യാറാക്കുമ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ പൊളിഞ്ഞു പോന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് ആദ്യം അരച്ചെടുക്കണം. പിന്നെ ഇഞ്ചി, ചെറിയ ഉള്ളി, തക്കാളി, തൊലി കളഞ്ഞിട്ടുള്ള തക്കാളിയാണ് കേട്ടോ അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെയാണ് ബാക്കിയുള്ള ഇഞ്ചി, തക്കാളി, ചെറിയ ഉള്ളിയൊക്കെ അരച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. മുളക് പൊടിയൊക്കെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ തേങ്ങ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ വെള്ളമൊക്കെ പറഞ്ഞ് നല്ല അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുടംപുളി ചേർത്ത് നമ്മൾ മിക്സി കഴുകിയ വെള്ളമൊക്കെ ഒന്ന് പാർന്ന് കൊടുക്കണം കേട്ടോ. എന്നിട്ട് കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ട് രണ്ട് തണ്ട് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. അതാണ് നമ്മുടെ ഇന്നത്തെ കറി. പിന്നെ നമ്മുടെ നാത്തൂൻ, നമ്മുടെ ഏട്ടൻ്റെ പെങ്ങൾ ഒരു വാഴക്കൂമ്പ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. വാഴക്കൂമ്പല്ല, വാഴത്തണ്ട. അപ്പോൾ അതൊന്ന് ഉപ്പേരി വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറുപയറിട്ടിട്ട് ഉപ്പേരി വെച്ചെടുക്കാൻ പോവുകയാണ്. അത് തന്നെ നമ്മൾ ചെറുപയർ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കറി വെന്ത അടുപ്പിലേക്ക് തന്നെ, നമ്മൾ വിറകടുപ്പിലാണ് പാചകങ്ങളൊക്കെ, കറി വെന്ത അടുപ്പിലേക്കൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ തേങ്ങയൊക്കെ അരച്ച് വെച്ച് കുറേ തിളച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഏട്ടൻ കുറച്ച് കുടംപുളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ ഈ ഒരു ഗ്യാപ്പിൽ വെച്ചിട്ട് ഉണക്കാമെന്ന് തന്നെ വിചാരിച്ചു. പക്ഷേ പുകയൊക്കെ മേലോട്ട് പോവുകയാണ്. കുടംപുളിയൊക്കെ തീത്തിയായി വരികയാണ്. അപ്പോൾ ഞാനൊരു മുണ്ട് ഇങ്ങനെ വലിച്ച് കിട്ടി അതിൻ്റെ മുകളിൽ ഇട്ടതാണ്. അപ്പോൾ ഒരുവിധമൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുപ്പൊക്കെ ഏകദേശമൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. എന്നൊരു വേണ്ടിയില്ല, നമ്മളെ അടുപ്പാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തേങ്ങയൊക്കെ തിളച്ചിട്ടുണ്ട്. നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടോ. പിന്നെ നമുക്ക് ഉപ്പേരിക്കുള്ള പരിപാടികളാണ്. അപ്പോൾ നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം കറിയൊക്കെ റെഡിയായി. നല്ല അടുപ്പൊക്കെ കത്തുന്നുണ്ട്, കണലിൽ കത്തുന്നുണ്ട്. പിന്നെ നമ്മൾ മീൻ പൊരിച്ചെടുക്കാൻ പോവുകയാണ്. ഒരു 4 മത്തി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ആദ്യം തന്നെ നമ്മൾ ഇച്ചിരി മഞ്ഞളും ഉപ്പിട്ട് കുഴച്ച് വെച്ചാട്ടോ. എന്താ വെച്ചാൽ ഇവിടുത്തെ ഉണ്ണിമോൾക്ക് 3 വയസ്സാവുന്നുള്ളൂ. 2 വയസ്സും 7 മാസമായിട്ടുള്ളൂ. അപ്പോൾ അവൾക്ക് എരിവൊന്നും അധികം പറ്റുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ അവൾക്കൊരു മീൻ മഞ്ഞളിട്ടിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത്. എരിവ് ഇടാറില്ല, അവൾക്ക് എരിവ് പ്രശ്നമാണ്. പിന്നെ ബാക്കിയുള്ള 3 മത്തിയിലേക്ക് നമ്മൾ മുളകൊക്കെ പുരട്ടി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ മോളുടെ മീനങ്ങ് സെറ്റാക്കി വെക്കാം. ഇത് നമ്മളൊരു 10 മിനിറ്റ് ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മുളകൊക്കെ ഒന്ന് അതിൽ പിടിച്ചോട്ടെ. പിന്നെ നമ്മൾ ആ സമയത്തിന് കറിയൊക്കെ ഒന്ന് പോയി നോക്കാം. കറിയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ളി മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇറക്കി വെച്ചു കേട്ടോ. ഇനി നമ്മൾ ആ അടുപ്പിലേക്ക് നമ്മൾ ചെറുപയറാണ് വെക്കാൻ നിൽക്കുന്നത്. അപ്പം ആ പറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ പൊരിക്കാനുള്ളതൊക്കെ ഞാൻ ഗ്യാസ് അടുപ്പിലാട്ടോ വെക്കാറുള്ളത്. ബാക്കിയൊക്കെ ഞാൻ വിറകടുപ്പിലാണ്. രാവിലത്തെ ചായയുടെ കടിയും പിന്നെ ഇങ്ങനെ പൊരിക്കാനുള്ളതോ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അത് മാത്രമേ നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെക്കാറുള്ളൂ. ബാക്കി ചോറ്, കറി, ബാക്കി പരിപാടികളൊക്കെ വിറകടുപ്പിലാണ് കേട്ടോ. വിറക് തോനെ കിട്ടാണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ കുത്തിരിക്കുകയാണല്ലോ, പുറത്തൊന്നും പോകുന്നില്ലല്ലോ. അത് നമ്മൾ അങ്ങനെ സാവധാനമൊക്കെ വെച്ചുണ്ടാക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ മീനൊക്കെ ഇന്നലെ മുറിച്ചെന്ന് പറഞ്ഞില്ലേ. പിന്നെ നമ്മുടെ ഇവിടുത്തെ സ്ഥിരം ആളാണ്, അയാൾക്ക് മീൻ കിട്ടിയിട്ടില്ലെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെറിയ മോള് തെളിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആകെ ഉണ്ടായിരുന്ന ദോശയാണ് കേട്ടോ, അരിൻ്റെ ദോശയാണ് രാവിലെ ഉണ്ടാക്കി. അത് തിന്നോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു കഷ്ണം ഇട്ട് കൊടുത്ത് അവൻ തിന്നുന്നുണ്ട്. അപ്പോൾ കറി ഇട്ട് കുഴച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പം അവൻ കുറച്ച് അധികം തിന്ന് ബാക്കി അവിടെ ഇട്ടേച്ച് പോയി. അത് കാക്കിയും കൊത്തി കൊണ്ടുപോയിട്ടോ. സ്ഥിരമായിട്ട് വരുന്ന ഒരാളാണ് മീനിൻ്റെ ഒരു സമയമൊക്കെ ആകുമ്പോൾ. അപ്പോൾ നമ്മുടെ ചോറും കറിയായി. പിന്നെ പൊരിച്ചതായി. ഇനി ഉപ്പേരിക്കുള്ളതാണ്. നമ്മുടെ ചെറുപയർ ഏകദേശം വെന്ത് സെറ്റായി വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഇതിന് ഉണ്ണിക്കാമ്പ് എന്നാണോ പറയുക, ഉണ്ണിത്തട്ട എന്താ എന്തോ ആണ് ഇതിന് പറയുക. എന്നോട് ഉണ്ണിത്തട്ട മറ്റേ വാഴത്തണ്ടോ അങ്ങനെ എന്തോ ആണ് പറയുന്നത്, മറന്നുപോയി. അത് നമ്മൾ എന്ത് ചെയ്യണം, ചെറുതായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്യണം. എത്രത്തോളം നൈസായി കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കറിക്ക് ടേസ്റ്റ് കൂടും കേട്ടോ.
അത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ നാര് ഇങ്ങോട്ട് എടുക്കണം, അല്ലെങ്കിൽ നാര് നമ്മുടെ തൊണ്ടയിൽ കുടുങ്ങി ഇങ്ങനെ കളിക്കും. അപ്പോൾ കഴിക്കാൻ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതിങ്ങനെ റൗണ്ടായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് കൊടുത്താൽ ഒരു 4-5 എണ്ണം അങ്ങനെ വെച്ചിട്ട് അങ്ങനെ കൊത്തി അരിഞ്ഞ് കൊടുത്താൽ നല്ല എളുപ്പത്തിൽ കഴിയും. അത് അധികം ഉറപ്പൊന്നും ഉണ്ടാവില്ല മുറിക്കാൻ. പെട്ടെന്നൊന്നും ഇങ്ങനെ കത്തി കൊണ്ടൊന്നും തൊട്ട് കൊടുത്താൽ മതി, സിമ്പിളായിട്ട് ഇങ്ങ് പോരും. അങ്ങനെ നമ്മളത് ചെറുതാക്കി അരിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ചെറുപയർ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെറുപയറിലേക്ക് ഇടണം. നമുക്ക് ഒരുപാട് സമയം പോയിട്ടോ. അങ്ങനെ ഉപ്പേരീൻ്റെ ചെറിയ പണിയൊക്കെ ഉണ്ടാകുമ്പോൾ കുറേ സമയം പോകും. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ണാലോ എന്ന് വിചാരിച്ച് ഞാൻ ചെറുപയറിലേക്ക് അതിട്ട് പിന്നെ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ടൊരു ഇത് വേഗം ഒരു 10 മിനിറ്റ് ചെറിയ ഒരു കണലിലിട്ട് കണ്ടൊന്ന് വേവിച്ചെടുത്താൽ വേഗം കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് വേകുമ്പോഴേക്ക് നമുക്ക് അതിലേക്കുള്ള തേങ്ങ റെഡിയാക്കി എടുക്കാം. കൊച്ചുള്ളി, വെളുത്തുള്ളി ഇത്തിരി അധികം ഇട്ടിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി, ഇതിലും മുളകിടുന്നില്ല. മുളകിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. മൂക്ക് കൊടുക്കേണ്ട, അതിനെ കൊണ്ട് അവർക്ക് എരിവ് പറ്റത്തില്ല. മുളക് ഇല്ലാതെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉപ്പേരിക്ക്. അപ്പോൾ അതിട്ട് നന്നായിട്ട് ഇളക്കി ഒരു 10 മിനിറ്റ് വെച്ചപ്പോഴേക്ക് വെന്തിട്ടുണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ അടുപ്പിലേക്ക് കുടിക്കാനുള്ള വെള്ളം കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇന്നത്തെ അടുപ്പ് പണി കഴിഞ്ഞിട്ടോ. ഇന്ന് അടുപ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായി കത്തുന്നുണ്ട്. നമ്മൾ ഇത്തിരി ഇതേമാതിരി തന്നെ ഏട്ടൻ്റെ പെങ്ങൾ നാത്തും ഇത്തിരി ചിപ്പിലിപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിട്ട് കൊടുത്ത് അതിലിങ്ങനെ തിളച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറ് ഉച്ചയൂണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറുണ്ട്, അടിപൊളി ഉപ്പേരി ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഉപ്പേരി. പിന്നെ മത്തി തേങ്ങ അരച്ച് വെച്ചതുണ്ട്. പിന്നെ പെട്ടെന്നൊരു കോള് വന്നു, അപ്പോൾ ഞാൻ അതിൻ്റെ പിന്നാലെ പോയി. പിന്നെ അത് ഉപ്പേരി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇച്ചിരി എരിവിൻ്റെ കുറവുണ്ടെങ്കിലും കറിയുടെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ അത് അറിയുന്നതേ ഇല്ല. നല്ല ടേസ്റ്റുള്ള ഉപ്പേരിയാണ്. പിന്നെ മത്തി പൊരിച്ചതും കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് കൂടെ കൂട്ടണേ. താങ്ക് യു.